വലിയ പ്രതീക്ഷയിലാണ്. കാരണം നമ്മൾ ആശീർവാദ് സിനിമാസ് എല്ലാം മോഹൻലാൽ സാറിനെ വെച്ചിട്ടാണല്ലോ സിനിമകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദി എന്ന് പറഞ്ഞൊരു സിനിമ പ്രണവിനെ വെച്ചും ചെയ്യാനൊരു ഭാഗ്യം കിട്ടി, ആദ്യത്തെ സിനിമ. അപ്പോൾ അതും വളരെ നന്നായി ജനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ മായയ്ക്ക്, വിസ്മയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞപ്പോൾ അതിന് പറ്റുന്ന ഒരു സബ്ജക്റ്റ് കിട്ടി. ജൂഡ് ഒരുപാട് 2018 ശേഷം ചെയ്യുന്നൊരു ചിത്രമാണ്. അപ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വിസ്മയ്ക്ക് വേണ്ടി ഉണ്ടായ ഒരു കഥയാണ്. അപ്പോൾ അതിലേക്ക് ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ കഥ ഒരു കഥാപാത്രത്തിന് എൻ്റെ മകനും അഭിനയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊരു ഡിസ്കഷനിലൂടെ അത് ഓക്കെയായി. അങ്ങനെയാണത് നടക്കുന്നത്. വലിയ പ്രതീക്ഷയും സന്തോഷവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. വെയിറ്റ് ചെയ്യും. നമ്മുടെ സിനിമകളെല്ലാം വരുന്ന സമയത്ത് ഒരു ടെൻഷനുള്ള ആളാണ്. ആ ടെൻഷൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെ പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ആയതുകൊണ്ട്, നമ്മൾ ആശീർവാദിന്റെ പടം ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള സിനിമകളെ പോലെ തന്നെയാണല്ലോ. ലാൽ സാർ ഇവിടെ ഇല്ല. ലാൽ സാർ അല്ല തീർച്ചയായിട്ടും അതെ. തീർച്ചയായിട്ടും അത് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചതല്ല, യാദൃശ്ചികമായി സംഭവിച്ചതാണ്. എല്ലാ പ്രാർത്ഥനകളും എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം മുൻകാലങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂട്ടുകെട്ടിന് മോഹൻലാൽ സാറും ആശീർവാദും തമ്മിൽ ഉണ്ടാകുന്ന എല്ലാ സിനിമകൾക്കും മലയാളികൾ വലിയ സ്വീകാര്യതയാണ് തന്നത്. അത് തുടർന്ന് ഉണ്ടാകണം. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും സിനിമ കാണും. ഒരു പ്രാവശ്യം കണ്ടതാണ്, ഒന്നുകൂടെ കാണും. തീർച്ചയായിട്ടും കാണും.